വരാം. എനിക്ക് അവിടുന്ന് മറ്റൊരു പ്രധാന പ്രതികരണം വരുന്നുണ്ട്. ഗൾഫിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാനും അബുദാബി ചേംബർ ഡയറക്ടറുമായ എ യൂസഫ് അലി വിശദീകരിക്കുന്നു. ഇല്ലാത്ത കാര്യമുണ്ടാക്കി നമ്മുടെ നാട്ടിലുള്ള അമ്മമാർ, അച്ഛന്മാർ, പെങ്ങന്മാർ, അല്ലെങ്കിൽ ഭാര്യമാർ, അല്ലെങ്കിൽ കുട്ടികൾ അവരൊക്കെ പാനിക്കാക്കാണ്ടിരിക്കുക. അങ്ങനെ ഒന്നും ഈ ഗൾഫിലില്ല. ഈ സമയത്ത് ആവശ്യമില്ലാത്ത ഗോസിപ്പ്, ആവശ്യമില്ലാത്ത AI സൃഷ്ടി, റൂമേഴ്സ് ഇവിടെ ഇങ്ങനെ ടെലികാസ്റ്റും ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ. എന്നോട് ഒരുപാട് ആളുകൾ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും പല മീഡിയ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്നു. എനിക്ക് പറയാനുള്ളത്, GCC രാജ്യമെന്ന് പറയുന്നത് നമ്മൾക്ക് അന്നം തരുന്ന രാജ്യമാണ്. ഈ രാജ്യത്തിന് ഒന്നും സംഭവിക്കരുതേ എന്ന് എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും പ്രാർത്ഥിക്കണം. ഏകനായ സൃഷ്ടാവായ ദൈവം, ആ ദൈവത്തിലേക്കാണ് പ്രാർത്ഥന നമ്മളുടെ കടമയാണ്. ഈ രാജ്യങ്ങൾക്ക് വേണ്ടി, ഈ രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് വേണ്ടി. പിന്നൊരു കാര്യം, ഈ രാജ്യത്തിന് എന്ത് സംഭവിച്ചാലും അതിനെ പ്രതിരോധിക്കേണ്ട കഴിവും പ്രാപ്തിയും തൻ്റെ ഇടവും ബുദ്ധിയും സമ്പത്തുമുള്ള GCCയിലെ ഭരണാധികാരികളാണ്, ഗവൺമെൻറ്റാണ്. അത് അതിൻ്റേതായ രീതിയിലും രൂപത്തിലും ഭാവത്തിലും അവരത് നിർവഹിക്കുന്നുണ്ട്. ഈ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ഭരണാധികാരികളും രാജാക്കന്മാരും ഷെയ്ഖുമാരും പ്രസിഡൻറ്റുമാരും എല്ലാവരും ചെയ്യുന്നു. അപ്പോൾ നാട്ടിലുള്ളവർ തീർച്ചയായിട്ടും ഓരോ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും ഒരു ബന്ധു ഗൾഫിലില്ലാണ്ടിരിക്കില്ല. അവരൊക്കെ വളരെയധികം വറീഡാണ്. ഈ സമയത്ത് ആവശ്യമില്ലാത്ത ഗോസിപ്പ്, ആവശ്യമില്ലാത്ത AI സൃഷ്ടി, റൂമേഴ്സ് ഇവിടെ ഇങ്ങനെ ടെലികാസ്റ്റും ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ. പ്രത്യേകിച്ച് മലയാളം മീഡിയ വളരെ അഗ്രസീവാണെന്നിപ്പോൾ ഇന്ന് കാലത്ത് ഞങ്ങൾ ഒരു മീറ്റിങ്ങിൽ വെച്ചൊരു ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പറയും, വൈ ഓൺലി മലയാളം മീഡിയ ഈസ് അഗ്രസീവ്. ഞാൻ പറഞ്ഞു, യുവർ എക്സലൻസി, ഫ്രം ഈച്ച് ഹൗസ് ദർ വിൽ ബി 1 or 2 people working in Gulf. That's why they want to know what happening. അപ്പോൾ സത്യസന്ധമായി അവിടുന്ന് റിപ്പോർട്ട് ചെയ്യും. അവിടുത്തെ ഗവൺമെൻറ്, ഈ GCCയിലെ ഗവൺമെൻറ് വളരെ ശക്തമായി അത് നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് നാൾ നീണ്ടുപോയാൽ ഭക്ഷണം സാധനം എന്തായിരിക്കും, അതിനെപ്പറ്റിയൊന്നും ആരും വറിയണ്ട. അതിനൊക്കെ ഇവിടുത്തെ ഭരണാധികാരികൾ അതിൻ്റേതായ എല്ലാ പ്രിക്കോഷനും എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പനി ലുലു അഷ്വർ ചെയ്യുന്നു, അങ്ങനെ ഒരു ഷോർട്ടേജ് ഒന്നിനുണ്ടാവില്ല. ഈ പരിശുദ്ധ റമദാനാണ്, മീറ്റിനൊരു ഷോർട്ടേജ് ഇല്ല, വെജിറ്റബിൾസിന് ഷോർട്ടേജ് ഇല്ല, മറ്റൊരു ഫുഡ് സ്റ്റെപ്പുകൾക്ക് ഒരു ഷോർട്ടേജ് ഈ GCCയിലില്ല. അപ്പം എല്ലാ ബിസിനസ്സുകാരുടെയും ഇതേ രീതിയാണ് അവർ നമ്മളൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ പറയാൻ കാരണം, ഒരുപാട് ആവശ്യമില്ലാത്ത ന്യൂസുകൾ വാട്സപ്പിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും അതുപോലെയുള്ള മീഡിയകളിലൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് അത് പിടിക്കപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്തവനെ തൊട്ട് ആ മീഡിയ തന്നെ അവർ ബാൻ ചെയ്യും. ബിക്കോസ് ദേ ആർ വെരി സ്ട്രോങ്. അതാണ് ഇപ്പോൾ അവരതിന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഞാൻ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ സന്തോഷകരമായി ഇനിയും ഈ രാജ്യത്ത് നിന്ന് നമ്മുടെ അന്നം കച്ചവടം ചെയ്താലും ജോലി ചെയ്താലും ആയതുകൊണ്ട് ദയവ് ചെയ്ത് ഗവൺമെൻറ് മീഡിയകളിൽ നിന്ന് കിട്ടുന്ന ന്യൂസുകൾ മാത്രം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിന് ശേഷം വരുന്ന കോൺസിക്വൻസസ് നിങ്ങൾ ഉത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കും. നമ്മളൊരു ബുദ്ധിമുട്ടിൻ്റെ നയലിലാണ്. ദൈവം നമ്മളെ രക്ഷിക്കട്ടെ. അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയുള്ള ഭരണാധികാരികൾ, ദീർഘദൃഷ്ടിയുള്ള ഭരണാധികാരികൾ, കാരുണ്യവാന്മാരായ ഭരണാധികാരികൾ, ഈ രാജ്യത്തുള്ളവരെയും പുറത്തുനിന്ന് വന്നവരെയും ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകുന്ന ഭരണാധികാരികളാണ്. നിങ്ങൾ വിഷമിക്കാതിരിക്കുക. ദൈവം അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ഇനിയും ഈ രാജ്യത്ത് നിന്ന് നമുക്ക് അന്നം നാട്ടിലേക്ക് കിട്ടുന്ന കാശ് അയച്ച്
നിങ്ങൾക്കും കുടുംബത്തിനും ജീവിക്കാനുള്ള സൗകര്യം ദൈവം ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും റമദാൻ ആശംസകൾ. യെസ്, വലിയൊരു സന്ദേശമാണ് ശ്രീ യൂസഫ് അലിയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ കൃത്യവുമാണ്. വാർത്തകളിൽ ആ ഒരു അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ആളുകളെ ആശങ്കപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് അവരെ ആകുലരാക്കുന്നതോ ആയ വാർത്തകൾ ഒഴിവാക്കേണ്ടതുണ്ട്. എല്ലാവരുടെയും പ്രശ്ന പരിഹാരങ്ങളിലേക്ക് കാര്യങ്ങൾ നീളും എന്നൊക്കെയുള്ള വിശ്വാസം ആണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. വിനോദ് കൂടി എന്നോടൊപ്പം ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ഇതിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് യാതൊരു തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനുരഞ്ജന നീക്കത്തിനോ തയ്യാറല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് അമേരിക്ക. വിനോദ്, ഈ കാര്യം ഉറപ്പായി കഴിഞ്ഞു. അടിയന്തരമായ ഒരു ഇടപെടൽ വേണം എന്ന ചൈനയുടെ ആഹ്വാനം അങ്ങനെ ചെവിക്കൊണ്ടതായ ഒരു സൂചന ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്നില്ല. ഈ യുദ്ധം തുടരുക തന്നെ ചെയ്യും. മാത്രമല്ല, ട്രംപ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അവിടുത്തെ സുപ്രീം സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സെക്രട്ടറിയായ അലി ഷംഖാനി കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. പരമോന്നത നേതാവ് നമുക്കറിയാം, ആയത്തുള്ള അലി ഖംനയി കൊല്ലപ്പെട്ടിരുന്നു. അതിനെ തുടർന്ന് ചീഫ് ഓഫ് സ്റ്റാഫ് ആംഡ് ഫോഴ്സസിൻ്റെ തലവൻ അബ്ദുൾ റഹ്മാൻ മുസാവി കൊല്ലപ്പെട്ടു. കമാൻഡർ ഓഫ് IRGC മുഹമ്മദ് പക്പൂർ കൊല്ലപ്പെട്ടു. ആസിസ് നാസിർ സദേഹ് ഡിഫൻസ് മിനിസ്റ്ററാണ്, കൊല്ലപ്പെട്ടു. നിലവിലെ ആക്ടിംഗ് ഡിഫൻസ് മിനിസ്റ്റർ സയ്യിദ് മജീദ് അൽ റേസ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹചര്യം എന്ത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.